നമസ്കാരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച വ്യാപാര യുദ്ധം മൂലം ഏറ്റവും വലിയ പണി കിട്ടിയത് ടെസ്ല കാർ ഉടമ ഇലോൺ മസ്കിനാണ്. ട്രംപിനൊപ്പം കൂടി മസ്കിന് തന്റെ സ്ഥാപനത്തിന്റെ വിപണി നഷ്ടമാകുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ചൈനയുമായി വ്യാപാര യുദ്ധം തുടങ്ങിയതോടെ മസ്കിന് തന്റെ കാർ വിൽക്കാൻ മറ്റ് വിപണികൾ തേടേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ. വ്യാപാര യുദ്ധം തുടരവെ നിലവിലെ അവസ്ഥയിൽ ചൈനയിൽ നിന്നും കാർ ഓർഡർ സ്വീകരിക്കുന്നത് നിരസിച്ചിട്ടുണ്ട് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല. ട്രംപ് ചൈനയ്ക്ക് മേൽ 145% താരിഫ് ചുമത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ടെസ്ലയുടെ നീക്കം. US ഇറക്കുമതികൾക്ക് 84% പകരം തീരുവ ചൈനയും ചുമത്തിയിരുന്നു. USന് പുറത്ത് ടെസ്ലയുടെ ഏറ്റവും വലിയ വിപണിയാണ് ചൈന. തീരുവ യുദ്ധം മസ്കിന്റെ ബിസിനസ്സുകൾക്ക് ഏൽപ്പിച്ച ആഘാതം സൂചിപ്പിക്കുന്നതാണ് ടെസ്ലയുടെ തീരുമാനം. ട്രംപിന്റെ വലം കൈയായി നിന്ന് ഭരണനിർവഹണത്തിലടക്കം സഹായിച്ച മസ്കിന് എട്ടിന്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓഹരി വിപണിയിലടക്കം മസ്കിന് വൻ ഇടിവാണ് നേരിടേണ്ടി വന്നത്. ഡോജ് അഥവാ ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിന്റെ തലവൻ എന്ന നിലയ്ക്ക് ട്രംപുമായുള്ള മസ്കിന്റെ ബന്ധത്തെ തുടർന്ന് USലും യൂറോപ്പിലും ടെസ്ല ഇതിനോടകം ബഹിഷ്കരണം നേരിടുകയാണ്. ഇതിനു പുറമെയാണ് ആകെയുള്ള മറ്റൊരു വിപണിയിലും മസ്കിന് പണി കിട്ടിയത്. USൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മോഡൽ S, മോഡൽ X കാറുകൾക്കായി ടെസ്ല പുതിയ ഓർഡറുകൾ സ്വീകരിക്കില്ല. മോഡൽ S, മോഡൽ X എന്നിവ ചൈനയിൽ ടെസ്ലയുടെ മൊത്തം വിൽപ്പനയുടെ 5%. 2024 ചൈന 1553 മോഡൽ X കാറുകളും 311 മോഡൽ S കാറുകളും ഇറക്കുമതി ചെയ്തിരുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഏറ്റവും വലിയ വിപണിയാണ് ചൈന. ഈ വർഷം മാർച്ച് വരെ ചൈനയിലെ ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളിൽ ടെസ്ല 3-ാം സ്ഥാനത്തായിരുന്നു. 1-ാം സ്ഥാനത്ത് 29.3% വിപണി വിഹിതമുള്ള ചൈനീസ് കമ്പനിയായ BYD ആണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാന ഘടകമായ ലിഥിയം അയൺ ബാറ്ററികളുടെ നിർമ്മാണത്തിലുള്ള ആധിപത്യം കാരണം മസ്കിന് ചൈനയുമായി നല്ല ബന്ധം നിർത്തേണ്ടതുണ്ട്. ട്രംപ് തന്റെ കാറുകളുടെ മറ്റൊരു പ്രധാന വിപണിയായ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി സമാനമായ പരസ്പര താരിഫ് യുദ്ധം നടത്തുന്നതിലും മസ്ക് സന്തുഷ്ടനല്ല. താരിഫുകൾ ടെസ്ലയെ ബാധിച്ചുവെന്നും ഡിസംബറിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് ഓഹരി വില 50% ഇടിഞ്ഞെന്നും നേരത്തെ മസ്ക് പറഞ്ഞു. അതേസമയം ചൈനയിൽ മാർക്കറ്റ് നഷ്ടമായ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്കാണ് മസ്ക് കണ്ണുവെക്കുന്നത്. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളായ ടെസ്ല ഇന്ത്യയിലേക്കുള്ള വരവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിലായി ഓഫീസ് സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. ഓൺലൈനിലൂടെ ആദ്യം ബുക്ക് ചെയ്യുന്ന 1000 ഉപയോക്താക്കൾക്ക് വാഹനം വീട്ടിലെത്തിച്ച് നൽകുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. പരമ്പരാഗത ഡീലർഷിപ്പ് സംവിധാനം ഉപേക്ഷിക്കാനും തടസ്സങ്ങളില്ലാതെയുള്ള വാങ്ങൽ ഉറപ്പാക്കുന്നതിനുമാണ് ഓൺലൈൻ വ്യാപാരം ആരംഭിക്കുന്നതെന്നാണ് വിവരം. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണിയിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ വാഹനം വിൽപ്പന നടപടികളുടെ കാര്യത്തിൽ മാറ്റത്തിന് തുടക്കമാകുമെന്നാണ് വിലയിരുത്തൽ. മോഡൽ 3, മോഡൽ Y എന്നീ വാഹനങ്ങളായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ ടെസ്ല ഇന്ത്യയിലെത്തിക്കുക. കമ്പനിയുടെ ബെർലിൻ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾ CBU റൂട്ട് വഴിയാണ് ഇന്ത്യൻ വിപണിയിലെത്തുന്നത്. രാജ്യത്തെ 2 പ്രധാന നഗരങ്ങളിൽ ഷോറൂമിനുള്ള ഇടം കണ്ടെത്തിയെങ്കിലും സർവീസ് സെന്ററുകൾ ആരംഭിച്ചിട്ടില്ല. ആഗോള വിപണിയിൽ ടെസ്ല സ്വീകരിച്ചിട്ടുള്ള പ്രീമിയം ടെക്നോളജി നേരിട്ട് ഉപയോക്താക്കളിലേക്ക് എന്നീ നയങ്ങളായിരിക്കും ഇന്ത്യയിലും പിന്തുടരുക. മോഡൽ 3 ആയിരിക്കും ടെസ്ലയുടെ വാഹന നിരയിലെ അടിസ്ഥാന വാഹനം. ഏകദേശം 35 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. വാഹനങ്ങളുടേതുൾപ്പെടെ ഇറക്കുമതി തീരുവയിൽ അടുത്തിടെ ഇളവ് പ്രഖ്യാപിച്ചത് വില കുറയ്ക്കാൻ സഹായകമായേക്കും. $40,000 താഴെ വിലയുള്ള വാഹനങ്ങളുടെ ഇറക്കുമതി തീരുവ 125% നിന്നും 70%-ആയാണ് അടുത്തിടെ കുറവ് വരുത്തിയത്. പ്രാദേശികമായി നിർമ്മിക്കുന്നില്ലെങ്കിലും ഭൂരിഭാഗം ഉപയോക്താക്കൾക്കും താങ്ങാവുന്ന വിലയിൽ എത്തിക്കുകയാണ് ടെസ്ലയുടെ ലക്ഷ്യം.